പോത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും സൗമ്യതയുടെ കാര്യത്തിലായാലും മുൻപന്തിയിലാണ് മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ഒരു പരിചയവുമില്ലാത്ത പോത്തിനു ചുറ്റും ആർത്തുല്ലസിച്ചിരിക്കുന്ന പക്ഷികൾ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ ഭയവിഹ്വലതയോടെ പറന്നുയരുന്നു. എന്തുകൊണ്ടാണ് ഈ ഭയപ്പാടും ഈ സ്നേഹവാത്സല്യങ്ങളും എന്ന് ചിന്തിക്കുമ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എന്ന് പറയാൻ വയ്യ. ജീവിത കാലഘട്ടത്തിൽ എവിടെയും ഒരു മനുഷ്യനിൽ നിന്നും ഒരു പക്ഷിക്ക് ഉപദ്രവമേറ്റുവെന്നോ ഒരു പോത്തിൽ നിന്നും അതിന് സ്നേഹവാത്സല്യം കിട്ടിയെന്നോ അഥവാ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ള പക്ഷികളെ എല്ലാം ക്ലാസ് എടുത്ത് പഠിപ്പിച്ചുവെന്നോ കരുതാൻ വയ്യ. ചില ബോധ്യങ്ങളായിരിക്കാം ഇതിനു പിന്നിൽ. പറക്കാൻ കഴിവുള്ള തങ്ങൾക്കെതിരെ ഈ പോത്ത് തിരിഞ്ഞാൽ പോലും പറന്നുയർന്ന് രക്ഷപ്പെടാമെന്ന ചിന്ത. രണ്ടാമത്, മൃഗങ്ങളുടെ സ്വഭാവം ഏറെക്കുറെ സ്ഥായി ആയതുകൊണ്ട് അതിൽ നിന്നും ആർത്തുല്ലസിച്ചിരിക്കുമ്പോൾ നമുക്കെതിരായ ഒരു പെരുമാറ്റം ഉണ്ടാകുന്നില്ല എന്ന ബോധ്യവും. ഭയക്കുമ്പോഴും വിശക്കുമ്പോഴും മാത്രമാണ് മൃഗങ്ങൾ അതിൻ്റെ മൃഗീയത പുറത്തെടുക്കുന്നത്. എന്നാൽ മനുഷ്യനും തൻ്റെ ഉന്നം ശരിയാണ് എന്ന ആത്മവിശ്വാസം വളർത്താനെങ്കിലും കല്ലെടുത്ത് പക്ഷികളെ എറിയുവാനുള്ള സാധ്യത പക്ഷികൾ കാണുന്നു. അതിനപ്പുറം ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പറന്നു പോകുന്ന തങ്ങളെപ്പോലും ചിലപ്പോൾ മനുഷ്യൻ ഉപദ്രവിച്ചേക്കാമെന്ന ചിന്ത. ഇതിനെല്ലാം അപ്പുറം സ്ഥായി അല്ലാത്ത മനുഷ്യൻ്റെ പെരുമാറ്റം, ഏത് നിമിഷവും മാറാവുന്ന മനുഷ്യൻ്റെ സ്വഭാവം തങ്ങൾക്കെതിരെയുള്ള പെരുമാറ്റമായി മാറുമോ എന്ന പക്ഷികളുടെ സംശയവുമാവാം ഈ ഭയവിഹ്വലതയ്ക്ക് പിന്നിൽ.